ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ദ പവർ ഈസ് ഓഫ്, കാൺട്ട് സീ എനിത്തിങ്. അയ്യോ, കറണ്ട് പോയി, ഒന്നും കാണുന്നില്ലല്ലോ. ദർ ഈസ് എൻ എമർജൻസി ലാമ്പ്, ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഓൺ ഗ്രാൻഡ് പാ. അവിടെ എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അത് ഓൺ ചെയ്താൽ പോരെ മുത്തച്ഛ എന്ന് ചോദിക്കുകയാണ് ആ കുട്ടി. നോക്കാം. എബോവ് is a scene from home, having we experienced similar situation at our home as well. വീട്ടിലെ ഒരു സന്ദർഭമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? കറണ്ട് പോയാൽ നമ്മൾ ചോദിക്കില്ലേ, ഈ വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഇസ് എ പവർ ഫെയിലിയർ. എന്താണ്, രാത്രി വീട്ടിൽ കറണ്ട് ഇല്ലാതാവുമ്പോൾ നമ്മൾ എന്തെല്ലാം മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത് വെളിച്ചത്തിനായിട്ട്? ക്യാൻഡിൽ ലൈറ്റ് ആർ യൂസ്ഡ് അല്ലേ, ക്യാൻഡിൽസ് ആർ യൂസ്ഡ്, കെറോസിൻ ലാമ്പ്, പോർട്ടബിൾ ജനറേറ്റർ, എമർജൻസി ലാമ്പ്, സോളാർ പവർ ലൈറ്റ് അല്ലേ. ഓക്കെ, ഇനി അടുത്ത, ഹാവൻ യു റിയലൈസ്ഡ് ദാറ്റ് പീപ്പിൾ ടേക്ക് ഡിഫറെൻറ്റ് മെഷേഴ്സ് വെൻ ദർ ഇസ് എ പവർ ഫെയിലിയർ യൂസിങ് എൻ എമർജൻസി ലാമ്പ് ഈസ് വൺ ഓഫ് ദം അല്ലേ. വൈദ്യുതി ഇല്ലാതാവുമ്പോൾ പലരും പല മാർഗ്ഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് എന്ത്, എമർജൻസി ലാമ്പ്. ഡു യു ഹാവ് എൻ എമർജൻസി ലാമ്പ് അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിൽ എമർജൻസി ലാമ്പ് ഉണ്ടോ? ഷാൽ വി മേക്ക് വൺ? നമുക്കൊന്ന് ഒരു എമർജൻസി ലാമ്പ് നിർമ്മിച്ചാലോ? ഓക്കെ, ഇനി മേക്കിംഗ് എൻ എമർജൻസി ലാമ്പ്. വാവ്, വാട്ട് എ ഗുഡ് ഐഡിയ. എമർജൻസി ലാമ്പ് ഉണ്ടാക്കുകയോ? ഹായ്, നല്ല ഐഡിയ. വാട്ട് തിങ്സ് ആർ നീഡഡ് ടു മേക്ക് എൻ എമർജൻസി ലാമ്പ്? എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം? നോക്കാം. ഹൗ ടു കൺസ്ട്രക്റ്റ്, എങ്ങനെ നിർമ്മിക്കും? വാട്ട് ആർ ദ തിങ്സ് നീഡഡ് ടു മേക്ക് എൻ എമർജൻസി ലാമ്പ്? റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ്, എമർജൻസി ഉണ്ടാക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് നോക്കിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഹൗ വിൽ ബി ഗെറ്റ് ആൻ ഇലക്ട്രിസിറ്റി ടു മേക്ക് ദ എമർജൻസി ലാമ്പ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എവിടെ നിന്ന് ലഭിക്കും? പിന്നെ എന്താണ്, ഡോണ്ട് വി നീഡ് എ ബൾബ് ടു ഗെറ്റ് ലൈറ്റ്. എന്താണ്, വെളിച്ചം ലഭിക്കാൻ ബൾബ് ആവശ്യമല്ലേ? ഹൗ വിൽ ബി കണക്ട് ഈച്ച് പാർട്ട്. എന്താണ്, ഓരോ ഭാഗവും എങ്ങനെ കണക്ട് ചെയ്യും? ഹൗ വിൽ ബി മേക്ക് എ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കും? നോക്കാം. യു മേ ഹാവ് സച്ച് ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് യുവർ ഐഡിയാസ് ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് അല്ലേ. ഇത്തരം ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ആശയങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ തിങ്സ് ആവശ്യമാണ്? ഫ്രെയിം വേണം, സ്വിച്ച് വേണം, വയറ്, LED, ബാറ്ററി. ഓക്കെ, LED ബൾബ്, ബാറ്ററി ഒക്കെ വേണം. ഓക്കെ, ഇനി എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്തു നോക്കാം. ഓക്കെ, ഇനി അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്, വൈദ്യുതി ലഭ്യത. യു നോ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് ദ ഫോം ഓഫ് എനർജി. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി ഈസി ടു കൺവേർട്ട് ഇൻ മെനി അതേഴ്സ് ഫോം അല്ലേ. എന്താണ്, വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണ്. മറ്റു ഊർജ്ജ രൂപങ്ങളിലേക്ക് എളുപ്പം മാറ്റാവുന്ന ഒരു ഊർജ്ജ രൂപമാണ് വൈദ്യുതി. അപ്പോൾ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ, ഇലക്ട്രിസിറ്റി ഈസ് ദ ഫോം ഓഫ് എനർജി. ഇറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി ഈസി ടു കൺവേർട്ടഡ് ഇൻ മെനി അതർ ഫോംസ്. ഓക്കെ, ലെറ്റ് us ചെക്ക് സം ഫാക്ട് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ എനർജി. എന്താണ്, വൈദ്യുതി ഊർജ്ജവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരിശോധിക്കാം. വേർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? പിക്ചേഴ്സ് ഓഫ് സം ഡിവൈസസ് ആർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്നവയ്ക്ക് എവിടെ നിന്നൊക്കെയാണ് വൈദ്യുതി ലഭിക്കുന്നത് എന്ന് നോക്കാം. വേർ ഡസ് ദ ഈച്ച് ഓഫ് ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? റൈറ്റ് ഇൻ ഡൗൺ യുവർ സയൻസ് ഡയറി. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ, അവയ്ക്ക് എവിടെ നിന്നാണ് നമുക്ക് ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് അവ പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, റിമോട്ട് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡ്രൈ സെല്ല് അല്ലേ. ക്ലോക്ക് ഡ്രൈ സെല്ല്. മൊബൈൽ ഫോൺ മൊബൈൽ ബാറ്ററിയിൽ നിന്നാണ്. എമർജൻസി ലാമ്പ് എമർജൻസി ബാറ്ററിയിൽ നിന്നാണ്. പിന്നെ അയൺ ബോക്സ് പവർ സപ്ലൈയിൽ നിന്നാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് സം ഡിവൈസസ് ദാറ്റ് സപ്ലൈ ഇലക്ട്രിസിറ്റി. അപ്പോൾ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടില്ലേ. അപ്പോൾ വൈദ്യുതി നൽകുന്ന, സപ്ലൈ ചെയ്യുന്ന ചില ഉപകരണങ്ങളാണ്. ആദ്യം എന്താ, ബാറ്ററിയാണ്. ആദ്യം സെല്ലാണ്, രണ്ടാമത്തെ ബാറ്ററിയാണ്, മൂന്നാമത്തെ സ്വിച്ച് ബോർഡാണ്, നാലാമത്തത് സോളാർ സെല്ലാണ്. ഓക്കെ, we use them on different occasion in our daily life. Let us learn more about them അല്ലേ.
നിത്യജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ നാം ഇവയൊക്കെ ഉപയോഗിക്കും അല്ലേ. വൈദ്യുതി നൽകുന്ന ഇത്തരം സംവിധാനങ്ങളെക്കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഇനി സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, എന്താണ് വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് ദ ഇലക്ട്രിക് സെൽ, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് എക്സെട്ര ആർ ദ ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേൺ ആസ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. വൈദ്യുത സെല്ലുകൾ, ജനറേറ്ററുകൾ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അത് അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് യു ഹാവ് ലേൺ ദാറ്റ് ഇലക്ട്രിക്കൽ സെൽ ആർ ഡിവൈസ് ദാറ്റ് can convert chemical energy into electrical energy. Electrical energy is stored as a chemical energy in them. This chemical energy is converted into electrical energy when we use them. അല്ലേ, എന്താണ്, രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ കഴിയുന്ന സംവിധാനമാണ് വൈദ്യുത സെല്ലുകൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം വൈദ്യുതോർജ്ജം രാസോർജ്ജമായി സംഭരിച്ചു വെക്കുന്നു, നാം ഉപയോഗിക്കുമ്പോൾ രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഓക്കെ, ഇനി സെൽ ആൻഡ് ബാറ്ററി. ഹാവ് യു ഹിയർഡ് ഓഫ് സെൽ ആൻഡ് ബാറ്ററി? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽ ആൻഡ് ബാറ്ററീസ്? എന്താണ് സെല്ലും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസം? അപ്പം ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ. രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അപ്പം ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ബൈ ആൻഡ് കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ, എന്താണ് സെല്ല് എന്ന് പറഞ്ഞാൽ എ സെൽ ഈസ് എ സിംഗിൾ യൂണിറ്റ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി അല്ലേ. സെല്ല് എന്ന് പറഞ്ഞാൽ എ സെൽ ഈസ് എ സിംഗിൾ യൂണിറ്റ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി. ബാറ്ററി എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എന്താണ്, ബാറ്ററി ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽ കണക്റ്റഡ് ടുഗെദർ ടു പ്രൊവൈഡ് മോർ ഇലക്ട്രിസിറ്റി അല്ലേ. ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി സംഘടിപ്പിച്ച് നിർമ്മിക്കുന്നതാണ് എന്ത്, ബാറ്ററി. സെല്ല് എന്ന് പറഞ്ഞാൽ സെൽ ഈസ് എ സിംഗിൾ യൂണിറ്റ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതാണ് ഡിഫറൻസ്. ഓക്കെ, ഇനി അടുത്തത് അപ്പം അതിൻ്റെ നോക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് എ ബി സി. താഴെ തന്നിരിക്കുന്ന എ ബി സി പിക്ചേഴ്സ് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. വിച്ച് സെൽ ഈസ് കണക്റ്റഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേസ്? ഡു ഓൾ ദം റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് ബാറ്ററി? വിച്ച് എമംഗ് ദം ഈസ് റോങ്? വിച്ച് വൺ ഗീവ് എ മോർ ഇലക്ട്രിസിറ്റി? ഇതിൽ റോങ് ആയിട്ടുള്ളത് ഏതാണ്, കൂടുതൽ ഇലക്ട്രിസിറ്റി നൽകുന്നത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, ശരിയായത് എയും സിയുമാണ് അല്ലേ. മൈനസും പ്ലസ്സും അങ്ങനെയാണ് വരേണ്ടത്, പ്ലസ്സും വരില്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പം എയും സിയും ആണ് ശരി, ബി തെറ്റാണ്, സി ആണ് കൂടുതൽ വൈദ്യുതി നൽകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ഫ്രം വിച്ച് സോഴ്സ് ഡു ദീസ് 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി? എന്താണ്, രണ്ട് ഉപകരണങ്ങളിലും വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദീസ് ഡിവൈസ്? ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതികൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന്. അപ്പോൾ എന്താണ്, ഒന്ന് റീചാർജബിൾ ആണ്, മറ്റേത് നോൺ റീചാർജബിൾ ആണ്, അതന്നെ വ്യത്യാസം. ഓക്കെ, അപ്പം വാട്ട് വുഡ് യു ഡു ഇഫ് ദ സെൽ ഇൻ എ ക്ലോക്ക് ഈസ് നോട്ട് വർക്കിംഗ്? വാട്ട് ഇഫ് യുവർ മൊബൈൽ ഫോൺ റൺസ് ഔട്ട് ഓഫ് ചാർജ്? അപ്പോൾ നമ്മൾ എന്താ, ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ലുകൾ പ്രവർത്തനരഹിതമായാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ മൊബൈൽ ഫോണിൽ റീചാർജ് തന്നാൽ എല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എ സെൽ ഇൻ എ ക്ലോക്ക് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ വെൻ ഇറ്റ്സ് ചാർജ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ സെല്ലിൽ ബാറ്ററി ചാർജ് തീർന്നിക്കുകയാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ ബാറ്ററി ഇൻ മൊബൈൽ ഫോൺ ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ് അഗെയിൻ. അപ്പം മൊബൈൽ ഫോണിൽ ബാറ്ററി തീർന്നാൽ അത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, അപ്പം ക്ലോക്കിൽ ഏത് ക്ലോക്ക് സെൽ ആർ യൂസ്ഡ് അല്ലേ, ക്ലോക്കിൽ സെല്ലാണ് യൂസ് ചെയ്യുന്നത്. എ സെൽ ഇൻ എ ക്ലോക്ക് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ വെൻ ഇറ്റ്സ് റീചാർജ് ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് അപ്പ്. ഇനി മൊബൈൽ ഫോൺ ആണെങ്കിലോ ദ ബാറ്ററി ഇൻ മൊബൈൽ ഫോൺ ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് അഗെയിൻ. ഓക്കെ, ഇനി you may be using rechargeable and non-rechargeable cells in different devices at home അല്ലേ. ക്ലാസിഫൈ ദം ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. എന്നാൽ റീചാർജ് ചെയ്യാൻ കഴിയുന്നവയും ചെയ്യാൻ കഴിയാത്തതുമായ സെല്ലുകൾ നിങ്ങളുടെ വീട്ടിൽ
വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അവ തരംതിരിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുതുക. റീചാർജബിൾ സെൽസ് യൂസിങ് ഡിവൈസസ് ആണ് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, സ്റ്റോറേജ് ബാറ്ററി ഇൻ വെഹിക്കിൾസ്, എമർജൻസി ലാമ്പ്, ടോർച്ചസ്. ഓക്കെ. നോൺ റീചാർജബിൾ ഡിവൈസസ് ആണ് ക്ലോക്ക്, റേഡിയോ, വാച്ച്, ടോയ്സ്, റിമോട്ട് കൺട്രോൾ. ഓക്കെ. ഇനി a brief history of electricity. Okay, electricity, light, heat, sound, etc. are the different forms of energy. Electricity is the form of energy widely used for various purposes. The ancient Greek understood that the amber, a kind of thickened resin, could attract the substances like hair when it's rubbed against wool. Subsequently, numerous experiments conducted by a number of people over the years led to the production and use to electricity as seen today. Okay, എന്താണ് വൈദ്യുതി, പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയ വിവിധ ഊർജ്ജ രൂപങ്ങളാണ് അല്ലേ. അപ്പം വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഒരു ഊർജ്ജ രൂപമാണ് നമ്മൾ വൈദ്യുതി അല്ലേ. അപ്പം ഒരു തരം മരക്കറ ഉറച്ചുണ്ടാകുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ട് എന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കി. തുടർന്ന് അനേകം ആളുകളും അനേക കാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുതി ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ലൈറ്റിംഗ് എ ബൾബ് വിത്ത് എ ബാറ്ററി അല്ലേ. അപ്പോൾ എന്താണ്, ബാറ്ററി ഉപയോഗിച്ച് ബൾബ് പ്രകാശിപ്പിക്കാം. അപ്പോൾ യൂഷ്വലി വി ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രിക് ബൾബ് ഫോർ ഗെറ്റിംഗ് ലൈറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ് ആർ യൂസ്ഡ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ബൾബ് യൂസ്ഡ് ഇൻ എമർജൻസി ലാമ്പ്. അപ്പോൾ വെളിച്ചം ലഭിക്കാൻ നമ്മൾ സാധാരണയായി പലതരം ബൾബുകൾ ഉപയോഗിക്കും അല്ലേ. ചിത്രത്തിലേക്ക് നോക്കാൻ ഏത് ബൾബുകളാണ് എമർജൻസി ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എമർജൻസി ലാമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് LED ബൾബുകളാണ് കേട്ടോ. അപ്പം നോക്കാം. ഇനി what are the advantages of LED? LED bulbs required less energy. പിന്നെ LED bulb is that they produced less heat, improved lighting quality, long lifespan, energy efficiency. Okay, energy efficiency. ഇനി അടുത്തത് LED light emitting diode help to save energy considerably. A CFL required less energy compared to filament lamp. CFL was widely used till recently, but nowadays CFL is not commonly used. LED bulbs required less energy than CFL. New generation LED bulb are also be invented. Recently required bulb about them. Okay, എന്താണ് LED എന്താണ് ഊർജ്ജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നു. സാധാരണയായി ഇലക്ട്രിക് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി CFLന്. സമീപകാലം വരെ എന്താണ് CFL വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് CFL സാധാരണയായി ഉപയോഗിക്കുന്നില്ല. CFLനേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി എന്തിന്, LED ബൾബുകൾക്ക്. അപ്പോൾ പുതിയ തലമുറ LED ബൾബ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിലമെൻറ്റ് ബൾബ്, കോമ്പാക്റ്റ് ഫ്ലൂറസെൻ്റ് ലാമ്പ്, പിന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഓക്കെ, അത് ആ ബൾബുകളൊക്കെ നോക്കാം. പിന്നെ LED മൊഡ്യൂൾ എന്താണ്, LED മൊഡ്യൂൾ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ വൺ LED ബൾബ് ഇൻ എ സ്ട്രിപ്പ്. എന്താണ്, ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് LED മൊഡ്യൂൾ. ഓക്കെ, എന്താണ് LED മൊഡ്യൂൾ? LED മൊഡ്യൂൾ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഓഫ് മോർ ദാൻ വൺ LED ബൾബ് ഇൻ എ സ്ട്രിപ്പ്. ഓക്കെ, ഇനി don't you have a connecting wires, LED module, 9-volt battery and a connector in your science kit? Try to light up a LED module using them. Do this experiment in group and present in the class. Could all the groups light up the bulb? Draw the mode of connection in your science diary. Haven't you lighted the LED bulb? Write down your electric sources and electric devices used for this other than the connecting wire. എന്താണ്, ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ, LED ബൾബിൽ ഒരു സ്ട്രിപ്പിൽ എന്താണ് ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്താണ് LED മൊഡ്യൂൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പം LED മൊഡ്യൂൾ എന്ന് പറയുന്നു അതിനെ. അപ്പം നിങ്ങളുടെ എന്താണ് ശാസ്ത്ര
കിറ്റിൽ എന്തെങ്കിലും LED മൊഡ്യൂള് 9 വാട്ട് ബാറ്ററി കണക്ടർ എന്നിവയൊക്കെ ഇല്ലേന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് ഉണ്ടാവും അതൊക്കെ. അപ്പോൾ എന്താണ് അവ വെച്ചിട്ടുള്ളൊരു പരീക്ഷണമാണ് അത്. എന്താണ് LED മൊഡ്യൂൾ എങ്ങനെ പ്രകാശിപ്പിക്കുന്നത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അത് ഗ്രൂപ്പുകളായിട്ട് എല്ലാവരും നോക്കുക അതെങ്ങനെയാണെന്ന്. LED ബൾബ് പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന്, വൈദ്യുത സ്രോതസ്സ്, ജാലക കമ്പി എന്തെല്ലാമാണെന്നും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ LED ബൾബ് പ്രകാശിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള പരീക്ഷണമാണത്. അത് ചെയ്തു നോക്കാം. ഇനി അത് വൈദ്യുത സർക്യൂട്ട്. എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട്? ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സ് ഓഫ് ഡിവൈസസ്. എ സർക്യൂട്ട് റിക്വയർഡ് എ ലീസ്റ്റ് ആൻ ഇലക്ട്രിക് സോഴ്സസ് കണക്റ്റിംഗ് വയേഴ്സ് ആൻഡ് ഇലക്ട്രിക് ഡിവൈസസ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് വെച്ചിട്ടാണെങ്കിൽ വൈദ്യുതി സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ജാലകമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പം വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട്? ദ കോമ്പണൻസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്? ഏതൊക്കെയാണ്? വയർ ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഡിവൈസ് ദാറ്റ് യൂസസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ കോമ്പണൻറ്റ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ട് എന്താണ്? വയർ ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഡിവൈസ് ദാറ്റ് യൂസസ് ഇലക്ട്രിസിറ്റി. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ് പാർട്ട് സർട്ടൺ സർക്യൂട്ട് ആർ റെപ്രസെൻറ്റഡ് ഇൻ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. എന്നാണ് ചുവടെ ചിത്രങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? സർക്യൂട്ട് 1, സർക്യൂട്ട് 2, സർക്യൂട്ട് 3 തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടുകൾ ബൾബ് പ്രകാശിക്കുമോ എന്നാണ് ചോദിച്ചത്. വിൽ ദ ബൾബ് ദീസ് സർക്യൂട്ട് ഗ്ലോ? വൈ? അനലൈസ് ദ പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡിംഗ് യുവർ സയൻസ് ഡയറി. അപ്പോൾ ഇതിലെന്താ? ഇതിലൊരിക്കലും പ്രകാശിക്കില്ല. അത് കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. ഇവിടെയൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ? ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമാണ് വൈദ്യുതി ബൾബ് പ്രകാശിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ്? ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. നമുക്ക് ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും എന്താണെന്ന് നോക്കാം. ക്ലോസ്ഡ് സർക്യൂട്ട് ഈസ് എ ക്ലോസ് വൺ. ഇറ്റ് ഈസ് കംപ്ലീറ്റ്. ഓക്കെ. ഇഫ് ദി സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് an open circuit. Electric device can work only in closed circuit. Okay. ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമേ ഇലക്ട്രിക് ഡിവൈസ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി ആർ ദ ഫോളോയിങ് സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ അനലൈസ് ദ ഫിഗേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ യുവർ സയൻസ് ഡയറി. ഇതാണ് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ. ക്ലോസ് ആണോ ഓപ്പൺ ആണോ എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഓപ്പൺ ആണ്. അത് അവിടെ ഓപ്പൺ ആണ് അല്ലേ? അപ്പം അത് പ്രവർത്തിക്കില്ല, അത് ഓപ്പൺ ആണ്. ഇനി രണ്ടാമത്തത് ക്ലോസ്ഡ് ആണ്. ഒരു ഓപ്പൺ ബോഡി ഇല്ല. അപ്പോൾ എന്താണ്? ക്ലോസ്ഡ് ആണ്, അത് പ്രവർത്തിക്കുന്ന ലൈറ്റ് ഗ്ലോ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഗ്ലോ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം വി യൂസ്ഡ് ബൾബ് ആൻഡ് ഫാൻ വൈൽ വി ആർ ഇൻ റൂം. ദെൻ ആർ ദ സർക്യൂട്ട് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ ക്ലോസ്ഡ് ഓർ ഓപ്പൺ. ഫാൻ ഓഫ് എന്താണ്? ഒരു മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ഒരു ബൾബും ഫാനും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ബൾബിലും ഫാനിലും സർക്യൂട്ട് അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടത്? അടഞ്ഞതാണോ തുറന്നതാണോ വേണ്ടത്? നോക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കാം. വി യൂസ്ഡ് ബൾബ് ഫാൻ വൈ വി ആർ ഇൻ റൂം. ദെൻ ആർ ദ സർക്യൂട്ട് ഓഫ് ബൾബ് ആർ ക്ലോസ്ഡ് ഓർ ഓപ്പൺ? ക്ലോസ്ഡ് അല്ലേ? ഓക്കെ. ഡോണ്ട് വി സ്വിച്ച് ഓഫ് ദ ബൾബ്. നമ്മൾ സ്വിച്ച് ഓഫ് ആക്കി ബൾബിനെ. ഫാൻ വെൽ ലീവ് ദ റൂം നൗ. അപ്പോൾ സർക്യൂട്ട് ക്ലോസ് ആണോ ഓപ്പൺ ആണോ വേണ്ടത്? ഓപ്പൺ അല്ലേ? ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കണം. ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ എന്താണ്? ഫാനും ലൈറ്റൊക്കെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഓപ്പൺ ആയിട്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്യില്ല. ഓക്കെ. അത് മനസ്സിലാക്കിയാൽ മതി. അതാണ്. ഓക്കെ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി അടുത്തത്. ഇനി ഒബ്സർവ് ദ പിക്ചേഴ്സ് ദാറ്റ് അറേഞ്ച്മെൻറ്റ്. ഡു യു സീ ദ പിക്ചേഴ്സ് ടു ടേൺ ദ ബൾബ് ഓൺ ആൻഡ് ഓഫ് വെനെവർ റിക്വയർഡ്? എന്നാണ് ചൂടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചിത്രം കണ്ടില്ലേ അവിടെ സൈഡിൽ? അപ്പോൾ എന്താണ്? ഈ ചിത്രം നോക്കുക. ആവശ്യമുള്ളപ്പോൾ ബൾബ് പ്രകാശിപ്പിക്കാനും ഓഫാക്കാനും എന്ത് മാർഗമാണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് നോക്കിയത്? ബാറ്ററിയിൽ ഘടിപ്പിച്ച സ്വിച്ച് ബൾബ് കണ്ടാൽ നോക്കാം. ഇതെങ്ങനെയാണെന്ന് നോക്കാം. സ്വിച്ച് എന്താണ്? സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മേക്ക് സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. എ സർക്യൂട്ട് ബിക്കം ക്ലോസ്ഡ് വെൻ സ്വിച്ച് ഈസ് ടേൺ ഓൺ. ഇറ്റ് ബിക്കം ഓപ്പൺ ആൻഡ് സ്വിച്ച് ഈസ് ടേൺ ഓഫ്. ഓക്കെ.
അങ്ങനെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതായിരിക്കും, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതായിരിക്കും, അത്രയേ ഉള്ളൂ. ക്യാൻ ബി ഇൻക്ലൂഡഡ് ദ സ്വിച്ച് ഓൾസോ ബി ഇൻ ദ സർക്യൂട്ട് ഹാവ് മെയ്ഡ്. എന്താണ്, നിങ്ങൾ ഇതുപോലെ ഒരു സ്വിച്ച് തയ്യാറാക്കുക, എന്നിട്ട് ഗ്രൂപ്പിൽ നോക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ തരം സ്വിച്ചസ് ഉണ്ടെന്ന് നോക്കാം. എന്താണ്, ഓർഡിനറി സ്വിച്ച്, സാധാരണ സ്വിച്ച്, 2 വേ സ്വിച്ച് അല്ലേ. അടുത്തത് ബെൽ സ്വിച്ച്, പിന്നെ അടുത്തത് പുഷ് ബട്ടൺ സ്വിച്ച്, അടുത്തത് സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച് അല്ലേ. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ആണ്. ഓർഡിനറി സ്വിച്ച്, 2 വേ സ്വിച്ച്, ബെൽ സ്വിച്ച്, പുഷ് ബട്ടൺ സ്വിച്ച്, സ്ലൈഡിംഗ് സ്വിച്ച്, മെയിൻ സ്വിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ